അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ്, മണിപ്പൂരിനെ കുറിച്ച് പറയേണ്ടതാണ്. മണിപ്പൂരിനെ കുറിച്ചുള്ള നിലപാടിൽ മാറ്റമില്ല എന്ന് സജി ചെറിയാൻ ഈ തിരുത്തു വരുത്തുമ്പോഴും കൃത്യമായി തന്നെ പറയുന്നുണ്ട്. രാഷ്ട്രീയമായ തന്റെ നിലപാടാണ് മണിപ്പൂരിനെ കുറിച്ച് പറഞ്ഞത്. അത് CPIM എന്ന പാർട്ടിയുടെയും നിലപാടാണ്. എന്തുകൊണ്ട് പ്രധാനമന്ത്രി മണിപ്പൂരിലേക്ക് പോയില്ല എന്ന ചോദ്യത്തിന് അദ്ദേഹം മണിപ്പൂരിൽ പോകുന്നത് വരെ പ്രസക്തി ഉണ്ട് താനും. അതുവരെ എന്തൊക്കെ കാര്യങ്ങൾ അവിടെ ചെയ്തു എന്ന് പറഞ്ഞാലും പ്രധാനമന്ത്രിയുടെ സാന്നിധ്യത്തെക്കുറിച്ചുള്ള ചോദ്യം അവിടെ നിലനിൽക്കുക തന്നെ ചെയ്യും. അതൊരു ഭാഗം. രണ്ടാമത്തെ ഭാഗം, ഇന്ന് നടന്ന മുഖ്യമന്ത്രിയുടെ ക്രിസ്മസ് പുതുവത്സര വിരുന്നാണ്. ആ വിരുന്ന് നടന്നതിന് 2-3 മണിക്കൂറിന് ശേഷം തൃശൂരിൽ പ്രധാനമന്ത്രി ക്രൈസ്തവ മതമേലധ്യക്ഷന്മാർക്ക് താൻ നൽകിയ വിരുന്നിനെക്കുറിച്ചും അതിൽ നടന്ന സംഭാഷണത്തെക്കുറിച്ചും സൂചിപ്പിച്ചത് നമ്മൾ ഈ ചർച്ചയുടെ ആദ്യ ഭാഗത്ത് കേൾക്കുകയും ചെയ്തു. ഇതിൽ പ്രധാനമന്ത്രിയുടെ വിരുന്നിൽ മണിപ്പൂർ സംസാരിക്കണം, പ്രധാനപ്പെട്ട വിഷയമാണത് എന്ന് പറയുന്നവർ ഇവിടെ മുഖ്യമന്ത്രിയുടെ വിരുന്നിൽ അങ്ങനെ സംസാരിക്കാൻ ഒരു വിഷയമില്ല, ക്രിസ്ത്യാനികളെ വേട്ടയാടുന്ന ഒരു സംഭവവും ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ അവിടെ വന്ന വിഭാഗങ്ങളെ വേട്ടയാടുന്ന ഒരു സംഭവവും ഉണ്ടായിട്ടില്ല എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുമ്പോൾ എന്താണ് ഇക്കാര്യത്തിൽ BJPക്ക് പറയാനുള്ള മറുപടി? അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ്. ബഹുമാനപ്പെട്ട സുജയ, ഇവിടെ ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ ഹസ്കർ സൂചിപ്പിക്കുന്നത് വൈരുദ്ധ്യാത്മക ഭൗതികവാദത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വൈരുദ്ധ്യങ്ങൾ തന്നെയാണ്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം, പ്രധാനമന്ത്രി ലോകത്തിലെ മുഴുവൻ ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെയും വിശ്വാസ പ്രമാണങ്ങളുടെ ഭാഗമായിട്ടുള്ള ക്രിസ്തുമസിൻ്റെ ആഘോഷം നടക്കുന്ന വേളയിൽ ഈ രാജ്യത്തെ പ്രധാനപ്പെട്ട പൗരോഹിതന്മാരുമായി അദ്ദേഹം ചർച്ച നടത്തുകയും അതോടൊപ്പം തന്നെ അവരുമായി കേക്ക് മുറിച്ചു, അവരുടെ സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഭാഗമായിട്ടുള്ള പരിപാടികളിൽ പങ്കെടുക്കുന്നു, അതിനു വേണ്ടിയിട്ടുള്ള വേദി ഒരുക്കുന്നു. അതിനെ രാഷ്ട്രീയപരമായി വ്യാഖ്യാനിച്ചുകൊണ്ട് അതിലേക്ക് മണിപ്പൂർ വിഷയം കലർത്തിക്കൊണ്ട് ഒരു രാഷ്ട്രീയ ചർച്ചയായി അതിനെ മാറ്റാൻ വേണ്ടിയാണ് ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധികൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും അവസാനമാണ് നമ്മൾ സജി ചെറിയാനിൽ നിന്ന് ആ സമൂഹത്തെ തന്നെ അധിക്ഷേപിക്കുന്ന തരത്തിൽ, അടച്ചാക്ഷേപിക്കുന്ന തരത്തിലുള്ള പദപ്രയോഗങ്ങൾ അദ്ദേഹം നടത്തുന്ന സാഹചര്യമുണ്ടായത്. അദ്ദേഹത്തിൽ നിന്ന് ഉണ്ടായിട്ടുള്ള വാക്കുകൾ കേരളം എത്രയോ ലജ്ജയോടുകൂടി കാണേണ്ട വാക്കുകളാണ് അദ്ദേഹത്തിൽ നിന്നുണ്ടായിട്ടുള്ളത്. ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ തരത്തിലൊരു ചടങ്ങ് സംഘടിപ്പിക്കുമ്പോൾ ആ ചടങ്ങിൽ നേരത്തെ പാലാ ബിഷപ്പിനെതിരെ എടുത്തിട്ടുള്ള കേസിനെ സംബന്ധിച്ച് എന്തെങ്കിലും ചർച്ച ഉണ്ടായോ? നേരത്തെ കേരളത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് DYFIക്കാർ ഒരു പള്ളിയിൽ ഒരു വിഭാഗം മുഴുവൻ ആളുകളെ മുഴുവൻ തന്നെ പൂട്ടിയിട്ട് 22 ദിവസം അവരെ പുറത്തിറങ്ങാൻ പോലും സമ്മതിക്കാതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ സംഭവത്തെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ടോ? ഇതെല്ലാം ശ്രീ ഹസ്കർ കാണാതെ പോയിട്ടുള്ളതാണോ? ഇവിടെ ഒരു പ്രധാനപ്പെട്ട വിഷയമുള്ളത്, മാർക്സിൻ്റെ അടിസ്ഥാനപരമായ വിശ്വാസം ഇതിലൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. അദ്ദേഹം നേരത്തെ സൂചിപ്പിച്ചത് വിചാരധാരയിലെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട്, വിചാരധാരയിലെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അതിൽ അദ്ദേഹം സൂചിപ്പിച്ചപ്പോൾ തന്നെ അദ്ദേഹം തന്നെ സമ്മതിക്കുകയാണ് അത് കാലാനുസൃതമായ മാറ്റത്തിനനുസൃതമായി സംഭവങ്ങളെ കാണാൻ വേണ്ടി അത് കളമൊരുക്കുന്നുണ്ട് എന്നുള്ളത്. അതേസമയം മാർക്സിൻ്റെ അടിസ്ഥാനപരമായ വിശ്വാസം എന്താണ്? മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ് എന്നാണ്. മതത്തിന് വിരുദ്ധമായിട്ടുള്ള നിലപാടാണ് മാർക്സ് എക്കാലത്തും സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് ഇത് രണ്ടും കൂടി ഒത്തുപോകാൻ വേണ്ടി കഴിയുക? അപ്പോൾ ഒരു വൈരുദ്ധ്യാത്മകമായിട്ടുള്ള നിലപാട് ഈ രണ്ട് കാര്യത്തിലുമുണ്ട്. ഒരു കാര്യത്തിൽ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിക്കെതിരായി രാഷ്ട്രീയം കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക, അതിൽ മതമേലധ്യക്ഷന്മാരടക്കമുള്ള ബഹുമാനപ്പെട്ട ആളുകളെ മുഴുവൻ തന്നെ അധിക്ഷേപിക്കുന്ന സാഹചര്യം ഉണ്ടാക്കുക. മറുഭാഗത്ത് ഞങ്ങളെല്ലാം ഇവരെ ചേർത്ത് പിടിക്കുന്നവരാണ് എന്ന് പറയുക. എന്താണ് ഇവർ ചേർത്ത് പിടിച്ചിട്ടുള്ളത്? ഇനി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക്, കേരളത്തിലെ ഇടതുപക്ഷത്തിന് അങ്ങനെ അത്രക്ക് വലിയ വിഷമം ആ കാര്യത്തിലുണ്ട് എങ്കിൽ എന്തുകൊണ്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സഹതാപം പ്രകടിപ്പിക്കാൻ വേണ്ടി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മണിപ്പൂരിൽ പോയി ആളുകളെ ആശ്വസിക്കാൻ വേണ്ടി തയ്യാറായില്ല? അപ്പോൾ അതല്ലല്ലോ വിഷയം. ഇനി അതിൻ്റെ രാഷ്ട്രീയത്തിലേക്ക് എടുക്കുക. മണിപ്പൂർ വിഷയം ഉണ്ടായതിനു ശേഷം നമ്മുടെ രാജ്യത്ത് നടന്ന തെരഞ്ഞെടുപ്പിൽ മിസോറാം എന്ന് പറയുന്ന അടുത്ത് കിടക്കുന്ന സംസ്ഥാനം, ആ സംസ്ഥാനത്ത് കോൺഗ്രസിന് സീറ്റുകൾ നഷ്ടപ്പെടുകയും ഇടതുപക്ഷത്തിൻ്റെ പ്രസക്തി ഇല്ലാതാവുകയും BJP വീണ്ടും ഒന്നിൽ നിന്ന് BJPയുടെ സീറ്റുകൾ വർദ്ധിക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായി. അപ്പോൾ രാഷ്ട്രീയപരമായിട്ടുള്ള വിഷയത്തിന് യാതൊരു പ്രസക്തിയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടില്ല. അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം സാധാരണക്കാരായിട്ടുള്ള ആളുകൾ അടക്കമുള്ള ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിൽ, അവരുടെ വിശ്വാസ പ്രമാണങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിൽ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നടത്തിയിട്ടുള്ള ഒരു വിരുന്ന് സൽക്കാരത്തെ അല്ലെങ്കിൽ ക്രിസ്തുമസ് ആഘോഷ പരിപാടിയെ തന്നെ രാഷ്ട്രീയവൽക്കരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്തുക. അതിനുള്ള മറുപടിയാണല്ലോ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി എന്ന് സൂചിപ്പിച്ചത്. കേരളത്തിൽ ഈ തരത്തിൽ ചില ശ്രമങ്ങൾ നടത്തി, രാഷ്ട്രീയപരമായുള്ള ശ്രമങ്ങൾ നടത്തി കേരളത്തിലെ സാമുദായിക സംഘർഷമുണ്ടാക്കാൻ അല്ലെങ്കിൽ സാമുദായികമായി ജനങ്ങളെ ഭിന്നിപ്പിച്ച് നിർത്താൻ എക്കാലത്തും ഇടതുപക്ഷം പല ഘട്ടങ്ങളിലും ശ്രമിച്ചിട്ടുണ്ട്. അതിൻ്റെ രാഷ്ട്രീയത്തിന്റെ ഭാഗം മാത്രമേ ഇതിനെ കാണാൻ വേണ്ടി കഴിയൂ. പ്രധാനമന്ത്രി രാഷ്ട്രീയമായി അങ്ങനെ ഒരു നീക്കം നടത്തുമ്പോൾ BJP മറുഭാഗത്ത് എന്ത് ചെയ്യുന്നുണ്ട്? അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ്, താങ്കൾ ഇപ്പോൾ പറയുന്നുണ്ടല്ലോ പ്രധാനമന്ത്രി ചേർത്ത് പിടിക്കുന്നുവെന്ന്. അങ്ങനെയാണെങ്കിൽ മണിപ്പൂരിലേക്ക് അദ്ദേഹം ഒന്ന് പോയാൽ തീരില്ലേ ഈ വിമർശനം? മണിപ്പൂരിലെ സർക്കാർ BJPയുടെ സർക്കാരാണല്ലോ. ആ സർക്കാർ അവിടെ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ അവിടെ ഇന്നും ഇന്നലെയും ഉള്ള പ്രശ്നങ്ങളല്ലല്ലോ. സുജയ അടക്കമുള്ള ആളുകൾക്ക് അറിയാമല്ലോ.
93 അവിടെ ഉണ്ടായിട്ടുള്ള കലാപത്തിൽ എത്ര പേരാണ് കൊല്ലപ്പെടാനുള്ള സാഹചര്യം ഉണ്ടായിട്ടുള്ളത്? മണിപ്പൂർ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ എന്നെല്ലാം പറയുന്നത് പലപ്പോഴും പല വിഷയങ്ങളുടെയും പേരിൽ നിരന്തരമായ സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവിടെ മൈത്തേയി വിഭാഗവും കുക്കി വിഭാഗവും മാത്രമല്ല, മൈത്തേയി വിഭാഗങ്ങൾ തമ്മിലും തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അക്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്, കലാപങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ഇപ്പോഴുണ്ടാകുന്ന ചില വിഷയങ്ങളെ രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് അത് BJPയുടെ വശമാണ് എന്ന് വരുത്താൻ വേണ്ടി ശ്രമിച്ചാൽ അതിൽ യാഥാർത്ഥ്യമുണ്ടോ എന്നുള്ളത് ഈ ചർച്ച നടത്തുന്ന ആളുകൾ അവർ തന്നെ അത് ആലോചിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട വിഷയം മണിപ്പൂരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ വിഷയങ്ങളെല്ലാം ചർച്ച ചെയ്യുമ്പോൾ മണിപ്പൂരിലെ ജനവിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം അവിടെ BJPയുടെ ഭരണത്തിനൊരു പ്രശ്നവുമില്ല. അവിടുത്തെ ജനങ്ങൾ ആ സർക്കാരിനെതിരായി വലിയ പ്രക്ഷോഭങ്ങൾ, അവിടെ അങ്ങനത്തെ ഒരു പ്രക്ഷോഭമല്ല നടക്കുന്നത്. അവിടെ നടക്കുന്നത് രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള തർക്കമാണ്. ആ രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള തർക്കത്തെ വലിയ പ്രശ്നങ്ങളില്ലാതെ സൗഹാർദ്ദപരമായി അത് എങ്ങനെ അവസാനിപ്പിക്കാൻ കഴിയും എന്നുള്ള ശ്രമം അവിടുത്തെ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുകയല്ലേ. അവിടുത്തെ സർക്കാരിന്റെ പരാജയവും അദ്ദേഹം രാജിവെക്കാൻ നടത്തിയ നാടകവും ഒക്കെ നമ്മൾ കണ്ടതാണ്. അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ്, ഇത് സ്ഥിരം വാദമാണ്, ഇതല്ല ഞാൻ ചോദിച്ചത്. നേരിട്ടുള്ള ഒരു ചോദ്യമാണ്, എന്തുകൊണ്ട് പ്രധാനമന്ത്രി മണിപ്പൂരിലേക്ക് പോകുന്നില്ല? ഒരു തവണ പോയാൽ തീരില്ലേ ഇടതുപക്ഷത്തിന്റെ ഈ വാദമൊക്കെ? മറ്റിടങ്ങളിലൊക്കെ സന്ദർശനം നടത്തുന്നത് പോലെ മണിപ്പൂരിൽ ഈ എത്നിക് ക്ലാഷ് ആണെങ്കിൽ ആയിക്കോട്ടെ, കുക്കി മെയ്തേ വിഭാഗങ്ങൾക്കിടയിൽ ഇത്രയും സംഘർഷം നടക്കുന്നുണ്ടെങ്കിൽ അവിടേക്ക് ഒരു വട്ടം പ്രധാനമന്ത്രി സന്ദർശനം നടത്തിയാൽ ഈ വിമർശനങ്ങളുടെയൊക്കെ മുനയൊടിയില്ലേ? അതിലൊരു പ്രധാനപ്പെട്ട വിഷയമുള്ളത്, നമ്മുടെ രാജ്യത്ത് ഒരു ആഭ്യന്തര പ്രശ്നം നടക്കുന്ന സ്ഥലത്ത് പ്രധാനമന്ത്രി പോയി അതിലൊരു പ്രശ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും ഒരു അഭിപ്രായം പറയുക എന്നുള്ളത് നമ്മുടെ രാജ്യത്തിന്റെ കീഴ്വഴക്കത്തിന്റെ ഭാഗമല്ല. അതെവിടെയാണെങ്കിലും ആഭ്യന്തര പ്രശ്നം നടക്കുമ്പോൾ അത് അവസാനിപ്പിക്കാൻ വേണ്ടി രാജ്യത്ത് എവിടെ എന്ത് പ്രശ്നമുണ്ടായാലും അവിടെ ഓടിയെത്തി ആശ്വസിപ്പിക്കുന്നവരാണ് എന്റെ പ്രധാനമന്ത്രി എന്ന് എനിക്ക് എങ്ങനെ പറയാൻ കഴിയും? അങ്ങനെയാണെങ്കിൽ എന്റെ സംസ്ഥാനത്ത് ഒരു പ്രശ്നം ഉണ്ടായാൽ അവിടേക്ക് ഓടിയെത്തുന്ന, അവിടുത്തെ പ്രശ്നത്തിന് അവസാനം കുറിക്കുന്ന ആളാകണ്ടേ എന്റെ പ്രധാനമന്ത്രി, എന്റെയും താങ്കളുടെയും പ്രധാനമന്ത്രി? അങ്ങനെ പ്രധാനമന്ത്രി ചെയ്തതുകൊണ്ടും ആ വിഷയത്തിൽ കൃത്യമായി ഇടപെടുന്നതുകൊണ്ടുമാണല്ലോ അത് അത്ര വലിയ പ്രശ്നമല്ലാത്ത രീതിയിൽ നിലനിൽക്കുന്നത്. അത് എത്രയോ കലാപമായി മാറേണ്ട സാഹചര്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ഇതിലും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും അടക്കമുള്ള ആളുകൾ, ബഹുമാനപ്പെട്ട ഭാരതത്തിന്റെ ആഭ്യന്തരമന്ത്രി ശ്രീ അമിത്ഷാ 7 ദിവസക്കാലം അവിടെ നിരന്തരമായി ക്യാമ്പ് ചെയ്യുകയും അതിനുശേഷം നടത്തിയിട്ടുള്ള നീക്കങ്ങളുടെ ഭാഗമായിട്ടല്ലേ അവിടെ കലാപം അവസാനിപ്പിക്കാനും അവിടെ ഇടപെടലുകൾ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായത്. കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്, സർവകക്ഷി യോഗങ്ങൾ വിളിച്ചിട്ടുണ്ട്, മണിപ്പൂരിൽ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള നീക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ പ്രധാനമന്ത്രി പോയിട്ടില്ല എന്ന വാദം ഇങ്ങനെ ആവർത്തിച്ചുന്നയിക്കാൻ ഇടതുപക്ഷത്തിനും കോൺഗ്രസിനും ഒക്കെ കഴിയുന്നത് അവിടെ പോകാത്തത് കൊണ്ടാണ്. അത് നമ്മൾ മനസ്സിലാക്കി വേണം ഈ ചർച്ചയുടെ അടുത്ത ഘട്ടത്തിലേക്ക് പോകാൻ.